തത്തഖൂൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതത്തിൽ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുവാനും അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. രോഗികളായി വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും അല്ലാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരുടെയും ആഖിറം അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങൾ കണക്കില്ലാതെ അടിമകൾക്ക് നൽകുന്ന അനുഗ്രഹീതമായ റമളാനിൻ്റെ പടിവാതിൽക്കൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം റമളാൻ അവൻ്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കും. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ജീവിതത്തിൽ തഖ്വയുണ്ടാക്കാനും ഒക്കെ വഴിയൊരുക്കുന്ന സൽക്കർമ്മങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് അതിലൂടെ കിട്ടുന്ന പ്രയോജനമാണ്, അതിലൂടെ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ് അല്ലാഹു ഖുർആനിൽ അറിയിക്കുന്നത്. അത് അല്ലാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഖുർആനിൽ അല്ലാഹു ഏതെങ്കിലും ഒരു സൽക്കർമ്മം നമ്മളോട് ചെയ്യാൻ കൽപ്പിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് അല്ലാഹു പറയും. ഏതെങ്കിലും ഒരു ദുഷ്കർമ്മങ്ങളിൽ നിന്ന് നമ്മളെ തടയുമ്പോൾ അതിലൂടെ നമുക്കുണ്ടാകുന്ന ലാഭങ്ങളെക്കുറിച്ച് അല്ലാഹു നമുക്ക് അറിയിച്ചു തരും. നോമ്പിനെ കുറിച്ചും അല്ലാഹു അങ്ങനെയാണ് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുൻഗാമികൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു. അതിലൂടെ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷ അർപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ, നമുക്ക് ഇരുലോകത്തും ഗുണം നൽകുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു ഗുണമാണ് തഖ്വ എന്നത്. അതാണ് അല്ലാഹു നോമ്പിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഏറ്റവും വലിയ ഒരു ലാഭം, നേട്ടം ഈ പ്രഭാതത്തിൽ ഭക്ഷണം കഴിക്കാതെ നമ്മൾ നോമ്പനുഷ്ഠിക്കുകയും രാത്രികാലങ്ങളിൽ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സൽക്കർമ്മത്തിനു വേണ്ടി സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രേരിപ്പിക്കുന്നത്. തഖ്വ ഒരു മനുഷ്യനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ പാപങ്ങൾ മൂടിവെക്കും. അഥവാ വന്നുപോയ എന്തെങ്കിലും വീഴ്ചകളും കുറവുകളും അവനിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് മറച്ചുവെക്കും, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. സൂറത്തുൽ അൻഫാലിലെ ഈ ആയത്തിൽ അല്ലാഹു ഒരു മനുഷ്യനിൽ തഖ്വ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ള 3 പ്രയോജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യജ്അൽ ലക്കും ഫുർഖാൻ, അല്ലാഹു നിങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുതരുമെന്നാണ്. സത്യമേതാണ്, അസത്യമേതാണ്, നന്മ ഏതാണ്, തിന്മ ഏതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിൽ തഖ്വയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ഇന്ന് മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മാത്രമല്ല, സ്വന്തം ഉമ്മ ആരാണ്, ഉപ്പ ആരാണ്, സഹോദരി ആരാണ്, സഹോദരൻ ആരാണ് എന്നുപോലും തിരിച്ചറിയാതെ അവരോട് പോലും ക്രൂരമായ രീതിയിൽ പെരുമാറുന്ന വളരെ പ്രയാസമേറിയ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് അല്ലാഹു തഖ്വ നൽകി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തഖ്വ കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു ഗുണം നിങ്ങൾക്ക് നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് മനസ്സിലാക്കാനും അതിലൂടെ മുന്നോട്ട് പോകാനുമുള്ള ഒരു മാനസികാവസ്ഥ അല്ലാഹു ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ വയുകഫിർ അൻകും സയ്യിആതികും, രണ്ടാമത് അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ, മനുഷ്യനാണ്, വീഴ്ചകൾ സംഭവിക്കും, അല്ലാഹു അത് മൂടിവെക്കും. അല്ലാഹുവിന്റെ ഒരു പേരാണ് സത്താർ. അല്ലാഹു കുറവുകളും ന്യൂനതകളും മറച്ചു വെക്കുന്നവനാണ്. അത് അല്ലാഹു മൂടിവെക്കും. ദുനിയാവിൽ മാത്രമല്ല, നാളെ ആഖിറത്തിൽ മുഴുവൻ മനുഷ്യരാശിയുടെ മുന്നിലും നമ്മുടെ പാപങ്ങൾ കാരണം അത് വെളിപ്പെടുത്തപ്പെടുമെന്നാണ്. പക്ഷെ നമ്മൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ തഖ്വ ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലാഹു നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന തിന്മകൾ
മൂടിവെച്ച് അള്ളാഹു മറ്റുള്ളവരിൽ നമ്മളെ സംരക്ഷിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മൂന്നാമത് അല്ലാഹു പറഞ്ഞു വയഗ്ഫിറു ലക്കും ദുനൂബക്കും എന്ന് മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. വീഴ്ചകൾ സംഭവിച്ചു പോയത് അള്ളാഹു മാപ്പാക്കി തരും, അത് അള്ളാഹു മൂടിവെക്കും. സത്യമേതാണെന്ന് മനസ്സിലാക്കാൻ ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരും. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു മഹത്തായ ഔദാര്യത്തിന്റെ ഉടമയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് നോമ്പിലൂടെ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവர்கள் യമനിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട 3 ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുആദ്, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ തഖ്വ ചെയ്യണം. രഹസ്യമായ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും ഒറ്റക്കും കൂട്ടായും എല്ലാ മേഖലകളിലും നിന്റെ മുആശറ, നിന്റെ മുആമല, നിന്റെ ഇടപാടുകൾ, നിന്റെ കുടുംബ ജീവിതങ്ങൾ, നിന്റെ സാമൂഹ്യ ബന്ധങ്ങൾ, ഇതിലൊക്കെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ തഖ്വ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, നീ തിന്മ സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ നന്മകൾ വർദ്ധിപ്പിക്കണം. തംഹുഹ, ആ നന്മകൾ തിന്മകളെ ഇല്ലാതാക്കും, മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ് ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് സൽസ്വഭാവത്തോടുകൂടി നീ പെരുമാറണം. ഈ 3 കാര്യങ്ങൾ നീ മുറുകെ പിടിച്ചാൽ നിനക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവരെ ഉപദേശിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരോടും അവരുടെ സമുദായങ്ങളോടും മുഴുവൻ മനുഷ്യരോടും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വസിയത്ത് നിങ്ങൾ ജീവിതത്തിൽ തഖ്വ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. വലഖദ് വസ്വൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്, നാം മുൻകഴിഞ്ഞ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളോടും വസിയത്ത് ചെയ്തത് വഇയ്യാകും, നിങ്ങളോടുമുള്ള എൻ്റെ വസിയത്ത് എന്താണ്? അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കണം. അതാണ് നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ആകാശഭൂമികൾ മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. നിങ്ങൾ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചാൽ അള്ളാഹുവിന് ഒരു നഷ്ടവും സംഭവിക്കാനില്ല. വഇൻ തക്ഫുറു ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകാന അല്ലാഹു ഗനിയ്യൻ ഹമീദ. അള്ളാഹു ധന്യനാണ്, അള്ളാഹു സുത്യർഹനാണ്. നിങ്ങൾ ആരുടെയും സ്തുതി പാടൽ അള്ളാഹുവിന് ആവശ്യമില്ല. നിങ്ങൾ ആരും അള്ളാഹ്ക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യവുമില്ല. അള്ളാഹു ധന്യനാണ്, എല്ലാ സ്തുതിക്കും സ്വമേധയാ അർഹനാണ്. നിങ്ങൾ ചെയ്താൽ അതിന്റെ ഗുണങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്കാണ്. നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചാൽ അതിന്റെ നന്മകളും പ്രയോജനങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിലെ കാലാകാല ജീവിതത്തിൽ അതിന്റെ ഗുണമുണ്ടാകും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, ഫമനിത്തഖ ശുബ്ഹാത് ഫഖദ് ഇസ്തബറ ലിദീനിഹി വഇർളിഹി. തഖ്വ എന്ന് പറഞ്ഞാൽ അവൻ സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്ന് പോലും സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സംശയം, ഇത് ശരിയാണോ തെറ്റാണോ, ഹലാലാണോ ഹറാമാണോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖദ് ഇസ്തബറ ലിദീനിഹി വഇർളിഹി, അവന്റെ ദീനിനെ അവൻ സംരക്ഷിച്ചു, അവന്റെ അഭിമാനത്തെയും അവൻ സംരക്ഷിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാൽ ഏതാണെന്ന് വ്യക്തമാക്കി, ഹറാം ഏതാണെന്ന് വ്യക്തമാക്കി. ചില കാര്യങ്ങളുണ്ടാവും, എത്ര സംസാരിച്ചാലും അതിന്റെ അഭിപ്രായ ഭിന്നതകള്, ഇഖ്തിലാഫുകൾ തീരൂല. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക, എന്നിട്ട് നന്മകൾ മുറുകെ പിടിക്കുക, സംശയമുള്ളതിലേക്ക് ഒന്നും പോകരുത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവൻ അവന്റെ ദീനിനെ സംരക്ഷിച്ചവനാണ്. അണുമണി തൂക്കം പോലും നമ്മളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ചെറുതും വലുതുമായ മുഴുവൻ സ്ഥലങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്യണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും അണുമണി തൂക്കം നന്മ ചെയ്താൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അണുമണി തൂക്കം അള്ളാഹുവിനെ തഖ്വ ചെയ്താൽ എന്നാണ്. അതിന്റെ ഫലം അവൻ കാണുക തന്നെ ചെയ്യും. ആരെങ്കിലും അള്ളാഹുവിനോട് അണുമണി തൂക്കം തഖ്വ ചെയ്തില്ലെങ്കിൽ അതിന്റെ കെടുതികളും അവൻ അനുഭവിക്കേണ്ടി വരും എന്നാണ് അതിന്റെ ആശയം എന്ന് ഉലമാക്കൾ മുഫസ്സിരീങ്ങൾ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദൃശ്യമായ രീതിയിൽ അള്ളാഹുവിനെ ഭയപ്പെടാനാണ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. അഥവാ നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ല,
അള്ളാഹുവിന്റെ പ്രവാചകനെയും നമ്മൾ കണ്ടിട്ടില്ല, പിന്നെ സ്വർഗവും കണ്ടിട്ടില്ല, നരകവും കണ്ടിട്ടില്ല. പക്ഷേ ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിന്റെ ഈമാൻ അദൃശ്യമായ കാര്യങ്ങളിലുള്ള വിശ്വാസമാണ്. എല്ലാം കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അത് വിവരിക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം തെറ്റുകൂടാതെ ഇന്നും ഭൂമിയിൽ അവശേഷിക്കുകയാണ്. അതിലൂടെ സത്യവിശ്വാസികൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് അവരുടെ ഹൃദയത്തിൽ അത് കാത്തു സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ അദൃശ്യമായ സഹായങ്ങളിലൂടെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അവരുടെ എല്ലാ മേഖലകളെയും അവർ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതാണ് അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ ഖാഫിൽ പറഞ്ഞത്, മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ് ഉദ്ഖുലൂഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ്. അദൃശ്യമായ രീതിയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവർ വിനയത്തിന്റെ ഹൃദയമുള്ള ആളുകളാണ്. അങ്ങനെയാണ് അവര് ജീവിക്കുക. അവര് മനസ്സിലാക്കി അള്ളാഹുവാണ് എന്റെ സൃഷ്ടാവ്, അള്ളാഹുവാണ് എന്റെ സംരക്ഷകൻ, അള്ളാഹുവാണ് എന്റെ പരിപാലകൻ. അത് അള്ളാഹു പല ദൃഷ്ടാന്തങ്ങളിലൂടെയും ലോകത്ത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹു നാളെ ആഖിറത്തിൽ സ്വർഗത്തിലേക്ക് ആനയിക്കുക. ഉദ്ഖുലൂഹാ ബിസലാം, സമാധാനത്തോടെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക. ദാലിക യൗമുൽ ഖുലൂദ്, അത് ശാശ്വതമായ താമസത്തിന്റെ സ്ഥലമാണ്. റമളാൻ സമാഗതമായി കഴിഞ്ഞാൽ സ്വർഗങ്ങളെ അലങ്കരിക്കും. അതിനുവേണ്ടി സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് മലക്കുകൾ പ്രേരിപ്പിക്കും. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, ഖൈർ ആഗ്രഹിക്കുന്നവനെ നീ മുന്നോട്ട് വരിക, സ്വർഗം ആഗ്രഹിക്കുന്നവനെ നീ മുന്നോട്ട് വരിക. യാ ബാഗിയ ശർരി അഖ്സിർ, തിന്മ ആഗ്രഹിക്കുന്നവനെ, പാപങ്ങൾ ആഗ്രഹിക്കുന്നവനെ നീ അത് നിർത്തുക എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഗ്രഹീതമായ റമളാനായി കഴിഞ്ഞാൽ അടിച്ചു വീശുന്ന കാറ്റുപോലെയായിരുന്നു എന്നാണ്. അടിച്ചു വീശുന്ന കാറ്റുപോലെ എല്ലാ അമലുകളിലും ആവേശത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിട്ടിറങ്ങിയിരുന്നു. സഹാബാക്കൾ അതിനുവേണ്ടി പ്രേരിപ്പിച്ചിരുന്നു, തങ്ങളുടെ സ്ത്രീകളെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ തിന്മകളുടെ പേരിൽ നമ്മളെ കൈയൊഴിയുന്നവനോ അല്ലെങ്കിൽ നമുക്ക് ആ തിന്മയിലൂടെ അള്ളാഹുവിനെ മറികടക്കാനോ സാധ്യമല്ല. നമ്മളെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് നിർത്തിയിരിക്കുന്നത്. നമുക്കെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴും അള്ളാഹുവിന്റെ കൺട്രോളിലാണ്. നമ്മുടെ അവയവങ്ങളും നമ്മുടെ മുഴുവൻ കൺട്രോളുകളും അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തോന്നിയതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ വിശ്വാസമാണ്. അം ഹസിബല്ലദീന യഅമലൂന അസ്സയ്യിആതി അൻ യസ്ബിഖൂന സാഅ മാ യഹ്കുമൂൻ, നിങ്ങൾ വിധിക്കുന്ന നിങ്ങളുടെ ആ തീരുമാനം അത് വളരെ മോശമാണ്. നിങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ടാലും തിന്മകളുമായി കഴിഞ്ഞുകൂടിയാലും നിങ്ങൾ ആരും പിടിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു വിശ്വാസമാണ്. അള്ളാഹുവിൽ നിന്നും ഒന്നും നിങ്ങൾക്ക് മറച്ചു വെക്കാൻ സാധ്യമല്ല. അള്ളാഹുവിനെ നിങ്ങൾക്ക് അതിജയിക്കാൻ സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വാക്കുകളും നിങ്ങൾ നന്നാക്കണം, ഓരോ പ്രവർത്തനങ്ങളും നന്നാക്കണം. ജീവിതം അടിപൊളി പരിവർത്തിപ്പിക്കുന്നതിന്റെ പേരാണ് തഖ്വ എന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് അവർ പറയുണ്ടായി, പകലിൽ ഭക്ഷണം കഴിക്കാതെ കഴിഞ്ഞുകൂടലും രാത്രി ഉറക്കമൊഴിഞ്ഞ് നമസ്കരിക്കലുമല്ല തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, നിർബന്ധമാക്കിയ കാര്യങ്ങൾ അതിൽ വീഴ്ച വരുത്താതിരിക്കുക, അള്ളാഹു നിരോധിച്ചത് വ്യക്തമായി അള്ളാഹു നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി ഒഴിവാക്കുക. അതിന്റെ കൂടെ എന്തെല്ലാം ഖൈറുകൾ നമ്മൾ ചെയ്താലും അതൊക്കെ ആ ഖൈറിന്റെ മുകളിൽ ഖൈറായി നമുക്ക് ലഭിക്കും. അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. നിർബന്ധമായ കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ പ്രഭാതത്തിൽ പട്ടിണി കിടന്നതുകൊണ്ടോ രാത്രി ഉറക്കമൊഴിഞ്ഞതുകൊണ്ടോ ഒരു മനുഷ്യൻ മുത്തഖിയാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് അവർ പറഞ്ഞത് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മളുടെ ഓരോ വാക്കുകളും ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നന്നാക്കി തീർക്കണം. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ. ഒരു വിഷയവും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ അതിനെക്കുറിച്ച് വ്യക്തമായി ബോധ്യമില്ലാതെ നീ സംസാരിക്കരുത്. കാരണം നീ പറഞ്ഞത് കളവാണോ എന്ന് അള്ളാഹു രേഖപ്പെടുത്തും, നീ പറഞ്ഞത് പരദൂഷണമാണോ എന്ന് അള്ളാഹു രേഖപ്പെടുത്തും. ഇന്ന സമഅ, നിശ്ചയം കേൾവിയും, വൽ ബസ്റ കാഴ്ചയും, വൽ ഫുആദ ചിന്തകളും, അതിനൂടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കുല്ലു ദാലിക കാന അൻഹു മസ്ഊല, അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്.
അതുകൊണ്ട് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തവണ സംസാരിച്ചപ്പോൾ തന്റെ ചൂണ്ടുവിരൽ തന്റെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത്തഖ്വ ഹാഹുനാ, തഖ്വ ഇവിടെയാണ്, അഥവാ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. വയുശീറു ഇലാ സദ്രിഹി സലാസ മർറാത്ത്, 3 പ്രാവശ്യം നബി തങ്ങൾ അത് ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ ജീവിതം പരിവർത്തിക്കും, ആ മനുഷ്യന്റെ ജീവിതം നന്നാകും. മോശമായ കാര്യങ്ങൾ കാണുകയും മോശമായ കാര്യങ്ങൾ സംസാരിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ അവന്റെ ഹൃദയം മോശമാകും, പിന്നെ അവൻ പ്രവർത്തിക്കുന്നത് മോശമായിരിക്കും. ഒരു മനുഷ്യന്റെ അവയവങ്ങളിലൂടെ പുറത്തു വരുന്നത് ഹൃദയത്തിൽ അവൻ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഹൃദയത്തിൽ കാണുന്നത് ഹറാമുകളാണ്. മൊബൈലിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും പിന്നെ സിനിമകളിലൂടെയും ഒക്കെ കണ്ട് അവന്റെ ഹൃദയത്തിൽ എന്താണോ സ്വാധീനിച്ചത് അവൻ അറിയാതെ തന്നെ അവന്റെ കൈകളിലുള്ളത് പുറത്തേക്ക് വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ, തഖ്വ, അള്ളാഹുവിനുള്ള വിശ്വാസം, ആഖിറം, അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സൃഷ്ടാവ് നമ്മളെ പടച്ച് ഈ ദുനിയാവിലേക്ക് അയച്ചത് അവൻ അനുസരിക്കാൻ വേണ്ടിയാണ്. അതിന്റെ ഒരു സാഹചര്യമാണ് അള്ളാഹു നമുക്ക് ഒരുക്കുന്നത്. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും, അള്ളാഹു പറയാണ് 3 പേര് ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്, 4-മൻ ആരുമില്ല എന്നവർ വിചാരിക്കുമ്പോഴും അവരുടെ കൂട്ടത്തിൽ 4-മനായിട്ട് അള്ളാഹു ഉണ്ട് എന്നൊരു സത്യവിശ്വാസി മനസ്സിലാക്കണം. വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട്, അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഈമാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇറങ്ങണം. അപ്പോഴാണ് ആ മനുഷ്യൻ മുത്തഖിയായി തീരുന്നത്, ആ മനുഷ്യന്റെ ജീവിതം പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പാലിച്ച സൂക്ഷ്മത, ജീവിതത്തിൽ പാലിച്ച തഖ്വ എന്തായിരുന്നു? നബി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴും വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് പല സന്ദർഭത്തിലും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹി അവർ ഉദ്ധരിക്കുകയാണ്, ഞാൻ എൻ്റെ വിരിപ്പിന്റെ മുകളിൽ പലപ്പോഴും കാരക്കുകൾ കാണും. വിശന്നിട്ടായിരിക്കും വീട്ടിലേക്ക് വരിക. അപ്പൊ ഞാൻ വിശപ്പിന്റെ കാഠിന്യത്തിൽ എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിൽ കിടക്കുന്ന കാരക്കെടുത്ത് കഴിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിക്കും. പക്ഷേ നോക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നുകയാണ്, ഞാൻ ഭയപ്പെടുകയാണ്. അന്തകൂന സദഖ, അത് സദഖന്റെ വകയിൽപ്പെട്ടതായിരിക്കുമോ? എനിക്ക് നിശ്ചയിക്കപ്പെടാത്ത, എനിക്ക് അർഹതപ്പെടാത്ത ഏതെങ്കിലും സ്വത്തിൽപ്പെട്ടതായിരിക്കുമോ? കാരണം നബി തങ്ങളുടെ അടുക്കൽ സക്കാത്തിൻ്റെതും സദഖന്റെതും ഒക്കെ വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വിശപ്പിന്റെ സമയത്ത് പോലും, ആ ആവശ്യത്തിന്റെ നേരത്ത് പോലും ഞാനത് ഒഴിവാക്കും. കാരണം നമ്മളുടെ ജീവിതത്തിൽ തഖ്വ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തഖ്വയിൽ മനുഷ്യൻ സൂക്ഷിക്കാതെ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം ഭക്ഷണത്തിന്റെ വിഷയമാണ്, സംസാരത്തിന്റെ വിഷയമാണ്, അതുപോലെ തന്നെ ഹറാമുകൾ കാണുന്ന വിഷയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് അനുഗ്രഹീതമായ റമളാനിൽ നമ്മൾ രാവിലെ നോമ്പ് നോക്കുകയും രാത്രി നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സംസാരത്തിലും നമ്മുടെ കാഴ്ചയിലും സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും നമ്മുടെ റമളാനായിട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹറാമുകൾ, തിന്മകൾ, വഴികേടുകൾ, പരദൂഷണങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഈ നോമ്പ് ഒരു പരിവർത്തനം ഉണ്ടാക്കുകയില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഈ നോമ്പ് വരുത്തുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ ഈ റമളാനിലേക്ക് പ്രവേശിക്കണം. അല്ലാഹു മാതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ആയിരുന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്. അല്ലാഹു മാതി നഫ്സി തഖ്വാഹാ, അല്ലാഹു എൻ്റെ മനസ്സിൽ നീ തഖ്വ ഇട്ടുതാ, എൻ്റെ ഹൃദയത്തിൽ നീ നിന്നെ സൂക്ഷിക്കാനുള്ള ഒരു ഭയഭക്തി ഇട്ടുതാ, അങ്ങനെയുള്ള ഒരു മനസ്സെനിക്ക് നൽകണം. ആരാണ് ദുആ ചെയ്യുന്നത്? അഷ്റഫുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഡെയിലി തങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാണിത്. അപ്പൊ നമ്മൾ എത്രമാത്രം ഈ വിഷയം ശ്രദ്ധിക്കാറുണ്ട്? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു മാതി നഫ്സി തഖ്വാഹാ വസക്കിഹാ, എൻ്റെ ഹൃദയത്തെ നീ സംസ്കരിച്ചു തരണം, നീയാണ് അതിന്റെ സംരക്ഷകൻ, നീയാണ് അതിന്റെ പരിപാലകൻ, നിന്റെ കയ്യിലാണ് എൻ്റെ ഹൃദയം, അതിനെ നേരായ വഴിയിൽ നീ നയിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നു. ആ ദുആ സഹാബാക്കളെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തഖ്വയുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന നോമ്പായി നമ്മുടെ നോമ്പ് മാറണം. ഈ നോമ്പിലൂടെ നമുക്ക് തഖ്വയും അതുപോലെ തന്നെ ഉയർന്ന ഈമാനിയായ ഗുണങ്ങളും ഒക്കെ ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറായി നമ്മളെല്ലാ നന്മകളിലും മുന്നേറണം.
അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നോമ്പിലൂടെ അള്ളാഹു തഖ്വയും ഈമാനും തവക്കുലും എല്ലാ സൽഗുണങ്ങളും നൽകി നമ്മളെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.